ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ കയ്യിൽ എപ്പോൾ അവിടെ കിട്ടിയാലും ഞാൻ അതിനുള്ളൊരു വേദന അവിടെ അനുഭവിച്ചിട്ട് അയക്കും. അവനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയി വടിയും കൊണ്ടുവരെല്ലാം എടുത്തിട്ട് പിന്നെ അറിയുന്നത് ഇത് ഇവളാ ചെയ്തത്. മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം. 1.5 വയസ്സുകാരനായ മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നത് ജീവൻ നൽകിയ അതേ അമ്മ. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കേസിൽ വിധി പറഞ്ഞത്. വിയാന്റെ അമ്മ ശരണ്യ കുറ്റക്കാരി. ശരണ്യക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. ശരണ്യ ആൺസുഹൃത്തും കേസിലെ 2ാം പ്രതിയുമായിരുന്ന നിതിനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെ കൊന്നെന്നായിരുന്നു കേസ്. അതേസമയം നിതിനെ കോടതി വെറുതെ വിട്ടു. ഇരുവരും തമ്മിലുണ്ടായ ബന്ധത്തിന്റെ പേരിൽ നിതിൻ കൊലപാതകത്തിന് നിർബന്ധിച്ചെന്ന് പറയാൻ കഴിയില്ലെന്ന് കോടതി. ശരണ്യയും നിതിനും ചേർന്ന് കൊലപാതകത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന വാദവും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. വിധി പ്രസ്താവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും കോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചില്ല. പ്രോസിക്യൂട്ടർ ലാഘവത്തോടെയാണ് കേസ് കൈകാര്യം ചെയ്തതെന്നും കോടതി വിമർശിച്ചു. നിർവികാരിയായാണ് ശരണ്യ വിധി കേട്ടുനിന്നത്. ശരണ്യയുടെ വാദം കേട്ട ശേഷം 21-ന് കോടതി ശിക്ഷ പ്രസ്താവിക്കും. പൂർണ്ണമായിട്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്, സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാ കേസിനകത്തും ഉണ്ടാവും. അതുമാത്രമേ ഈ കേസിനകത്ത് സംഭവിച്ചു. ഇവർ തമ്മിൽ ലവ് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും കോടതി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. കേസിൽ 47 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 81 രേഖകളും 19 മെറ്റീരിയൽ എവിഡൻസുകളും പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. ഈ പറയുന്ന CCTV പ്രകാരമുള്ള ചില ഡോക്യുമെൻറ്റ്സ് മാറ്റി കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും ഫോണുകൾ, ഒരു വിവാഹേതര ബന്ധം ആയിരിക്കാം അത് എന്ന് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കുട്ടീനെ കൊല്ലുകയോ കുട്ടീനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ എത്ര രീതിയിലുള്ള യാതൊരു തെളിവും പ്രോസിക്യൂഷന് ഹാരാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2020 ഫെബ്രുവരി 17-ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. മുലപ്പാൽ നൽകിയ ശേഷം കിടത്തിയുറക്കിയ മകനെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി ശരണ്യ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. ആദ്യം കടലിൽ എറിഞ്ഞപ്പോൾ കുഞ്ഞു മരിച്ചില്ല. അതിനാൽ ഒരിക്കൽ കൂടി ഭിത്തിയിലേക്ക് എറിഞ്ഞ് മരണം ഉറപ്പാക്കി. ശരണ്യയും ഭർത്താവ് പ്രണവും അകൽച്ചയിലായിരുന്നു. കൃത്യം നടത്തിയ ദിവസം പ്രണവ് വീട്ടിൽ വന്നിരുന്നു. അതിനാൽ കൊലപാതക കുറ്റം പ്രണവിൻ്റെ തലയിലാക്കാം. ജയിലിലാകുന്നതോടെ നിതിനൊപ്പം ജീവിക്കാം എന്നായിരുന്നു ശരണ്യയുടെ പദ്ധതി. കേസിൽ വിചാരണ ആരംഭിക്കുന്ന ദിവസം ശരണ്യ കോഴിക്കോട്ടെ ഒരു ലോഡ്ജിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. വിനോദ് മൊറാഴയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.